ഹലോ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നയാഗ്രയിലേക്കുള്ളൊരു യാത്രേനെ പറ്റിയിട്ടാണ്. വീഡിയോ എടുത്തിട്ടും ഞാൻ നയാഗ്ര പോയിട്ടും ഇപ്പോൾ ഏകദേശം ഒരാഴ്ചയൊക്കെ കഴിഞ്ഞു. പക്ഷേ വീഡിയോ എഡിറ്റ് ചെയ്ത് വോയിസ് ഓവർ കൊടുത്ത് ഇടാൻ വേണ്ടിയിട്ടുള്ള ടൈം എനിക്ക് കിട്ടിയില്ല. എക്സാംസും അസൈൻമെൻറ്റ്സും ഒക്കെ ആയിട്ട് കോളേജിൻ്റെ കാര്യങ്ങളൊക്കെ കുറേ ബിസി ആയിട്ട് ഇതൊന്നും നടന്നില്ല. അപ്പോൾ പിന്നെ ഇപ്പം എങ്കിലും ഇതൊന്ന് ചെയ്തിട്ട് ഇടണം എന്ന് വിചാരിച്ചിട്ടാണ് ഈ വോയിസ് ഓവർ ചെയ്യാൻ തന്നെ ഇരുന്നത്. അപ്പം നയാഗ്രയിലേക്കുള്ള യാത്രയ്ക്ക് പ്രത്യേകിച്ച് കാരണമുണ്ടോയെന്ന് ചോദിച്ചാൽ കാരണമില്ല, എന്നാൽ കാരണമുണ്ട്. അങ്ങനെ ഒരിതാണ്. ഞാൻ നയാഗ്രയിലേക്ക് പോകുന്നത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സിനെ കാണാൻ വേണ്ടി. 2 പേരുണ്ട് അവിടെ. അവർ ഓൾറെഡി ഇവിടെ സ്കാർബ്രോയിൽ ഉണ്ടായതായിരുന്നു. പക്ഷേ കോഴ്സൊക്കെ കഴിഞ്ഞ് അവർക്ക് ജോബ് അങ്ങോട്ട് കിട്ടിയപ്പം അങ്ങോട്ട് മൂവ് ചെയ്തതാണ്. അങ്ങനെ റീബേനെയും ജോവിയേനെയും കാണാൻ വേണ്ടിയിട്ടാണ് ഈ യാത്ര. അപ്പോൾ റീബയുടെ വീട്ടിൽ ഇന്ന് സ്റ്റേ ചെയ്യാം, അങ്ങനത്തെ ഒരു പ്ലാനൊക്കെ ഇട്ടിട്ടാണ് പോകുന്നത്. ജോവിയയ്ക്ക് ഇന്ന് ലീവ് ഉണ്ടായിരുന്നു, പക്ഷെ വൈകുന്നേരം ജോയിൻ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ അവളും അവിടെ ആയതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമില്ല. പിന്നെ ഞാൻ ഓക്കെ എന്നാൽ ഫൈൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനും ഗോ ട്രെയിനൊക്കെ പിടിച്ച് അങ്ങോട്ടേക്ക് ചെന്നു. ടൊറൻറ്റോയിൽ നിന്ന് നയാഗ്രയിലേക്ക് എന്തായാലും ഒരു ഗോ ട്രെയിൻ വഴി പോകുമ്പോൾ ഏകദേശം ഒരു 2 മണിക്കൂർ 2.5 മണിക്കൂർ എടുക്കും. കാരണം അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അവളുടെ വീട്ടിലേക്ക് എത്താനുള്ളൊരു ടൈം കൂടി ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ അങ്ങനെ അങ്ങ് ശനിയാഴ്ച രാവിലെ അങ്ങ് ഇറങ്ങി. അർജുനോട് ഇന്നെന്നെ നോക്കണ്ട എന്നൊക്കെ ഡയലോഗൊക്കെ അടിച്ചിട്ടാണ് പോകുന്നത്. അങ്ങനെ നേരെ അവിടെ എത്തി, അവളെ കണ്ടു. ഞങ്ങൾ കണ്ടപാട് വീഡിയോ ഒന്നും എടുക്കാൻ എനിക്ക് പറ്റിയില്ല. അങ്ങനെ നിങ്ങൾ കുറച്ചേ കണ്ടിട്ട്, നിങ്ങൾ ഫോൺ സംസാരിക്കുമെങ്കിലും നേരിട്ട് കാണുമ്പോൾ നമുക്ക് കുറച്ചും കൂടി വർത്തമാനങ്ങൾ പറയാനും ഒക്കെ ഉണ്ടാവുമല്ലോ. പിന്നെ അങ്ങനെ എത്തി, ഞങ്ങൾ കുറച്ച് വർത്തമാനമൊക്കെ പറഞ്ഞ് ഫുഡൊക്കെ ഉണ്ടാക്കി വെക്കാമെന്ന് പറഞ്ഞു. കാരണം ജോവിയ വർക്കൊക്കെ കഴിഞ്ഞ് എത്തുമ്പോഴേക്കും ഒരു വൈകുന്നേരം ആകും. പക്ഷെ ഞങ്ങൾ എങ്ങനെ ഇത്രയും കണക്ഷനായെന്ന് ചോദിച്ചാൽ അതിന് പ്രത്യേക ഒരു ഉത്തരമൊന്നുമില്ല. ഞാൻ കാനഡയിൽ വന്ന് ഞാൻ റെൻറ്റിന് നിൽക്കുന്ന വീട്ടിലായിരുന്നു റീബ വന്നിട്ടുണ്ടായിരുന്നു. റീബ സെക്കൻഡ് കോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു സ്കാർബ്രോയിൽ വന്നത്. കാരണം അതിന് മുന്നേ നയാഗ്രയിലായിരുന്നു ഫസ്റ്റ് കോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം റീബയും ജോവിയും ഫ്രണ്ട്സായിരുന്നു. അപ്പം അങ്ങനെയാണ് പിന്നെ ഞങ്ങൾ ഒരേ റൂമിൽ നിന്നിട്ട് അങ്ങനെ ഒരു കണക്ഷൻ ആയതാണ്. അതെങ്ങനെയായെന്ന് അറിഞ്ഞുകൂടാ. ഞങ്ങൾക്ക് റീൽസ് ചെയ്യാൻ ഒരുപാട് ഇഷ്ടമാണ്. മേ ബി അത് ത്രൂ ആയിരിക്കണം. പക്ഷേ വൺ ഡേ അതങ്ങനെ ഒരു കണക്ഷനായി മാറി. പിന്നെ അതൊരു കട്ട കമ്പനി ആയതാണ്. അപ്പോൾ പിന്നെ അങ്ങനെ ഞാനും റീബിയും ജോവിയൊക്കെ ഉണ്ട്. അപ്പം ആ ഒരു കണക്ഷൻ വൈബ് ഉള്ളത് കൊണ്ട് അങ്ങനെ ഇപ്പോഴും ആ ഒരു വൈബിൽ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ അപ്പോഴത്തേക്ക് റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പം എന്തുണ്ടാക്കണം എന്നുള്ള പ്ലാനിങ്ങൊക്കെ ആയിരുന്നു. അപ്പോൾ ചോറും ചെമ്മീൻ കറിയും ബീഫ് കറിയും അങ്ങനെ മോരുകറിയൊക്കെ സെറ്റ് ചെയ്താക്കി. അപ്പം ഓൾറെഡി നയാഗ്രയിൽ ഇപ്പം വിൻ്റർ കഴിഞ്ഞിട്ട് സ്പ്രിങ് സ്റ്റാർട്ടായിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോഴും അവിടെയൊക്കെ മഞ്ഞ് പെയ്യുന്നുണ്ട്. പക്ഷെ ഇന്ന് ഞാൻ പോയ ടൈം അവിടെ മഴ പെയ്തുകൊണ്ടിരിക്കും. ഇപ്പം നമുക്ക് ഈ മഴയൊക്കെ പെയ്യുമ്പോൾ വൈകുന്നേരം ചൂട് പപ്സും ചായയൊക്കെ കുടിക്കാനുള്ളൊരു കൊതി ഉണ്ടാവുമല്ലോ. അപ്പോൾ എന്നാൽ പിന്നെ അതുകൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഞങ്ങളങ്ങനെ നേരെ പപ്സ് ഉണ്ടാക്കുന്ന പരിപാടിയിലേക്കും തിരിഞ്ഞു. അപ്പം ഞാൻ പപ്സിൻ്റെ പരിപാടികൾ നോക്കി, റീബി അതിൻ്റെ ഇടയിൽ ഭക്ഷണം വെക്കേണ്ട കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. അതിനിടെ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ റീബി ഇതിൻ്റെ ഇടയ്ക്ക് നാട്ടിൽ പോയിട്ട് വന്നേ ഉള്ളൂ. അപ്പോൾ കുറേ വിശേഷങ്ങളുണ്ടാവും. നമ്മൾ ഫോൺ സംസാരിക്കുന്നതിനേക്കാൾ കൂടുതലായിരിക്കുമല്ലോ നമുക്ക് നേരിട്ട് കാണുമ്പോൾ സംസാരിക്കുക. അപ്പോൾ അവളുടെ മോൻ നാട്ടിലാണ്. അപ്പോൾ അങ്ങനെ കുറേ വിശേഷങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങളിതേ പപ്സൊക്കെ റെഡിയാക്കി വെച്ചു. ഫുഡും റെഡിയാക്കി വെച്ചു. ഇനിയിപ്പോൾ ജോവിയ വൈകുന്നേരം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടുതലിരുന്ന് വീണ്ടും വർത്താനമൊക്കെ പറയാമെന്നുള്ളൊരിതായിരുന്നു. അപ്പം അങ്ങനെ ഞങ്ങൾ കുക്കിങ്ങൊക്കെ കഴിഞ്ഞു. ഒരാളും കൂടി ആക്ച്വലി വരാനുണ്ട് അല്ലേ. അവൾ ജോലി കഴിഞ്ഞ് ഓൺ ദ വേ ആണ്. പക്ഷെ അപ്പം അതുവരെ വെയിറ്റ് ചെയ്യാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചപ്പോൾ നമുക്ക് അവളും കൂടി വന്നു കഴിഞ്ഞാൽ അടിച്ച് പൊളിക്കാന്നുള്ളൊരു ഐഡിയയിലാണ് നിങ്ങൾ നിൽക്കുന്നത്. അപ്പം ഞങ്ങൾ ഉണ്ടാക്കി വെച്ച സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് റീബ പറയും. കുത്തരി ചോറുണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഫിഷ് ഫ്രൈ, ബീഫ് റോസ്റ്റ്, മോരുകറി, മുട്ടച്ചീര, ചെമ്മീൻ റോസ്റ്റ്, ഇത്രയും കറികളുണ്ട്. പിന്നെ ഞങ്ങൾക്ക് കസ്റ്റേർഡ് ഉണ്ട്. പിന്നെ ഇങ്ങനെ വേറൊരു സാധനം കഴിച്ചില്ല. ഭയങ്കര ആഗ്രഹമായിരുന്നു നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം മുട്ടപ്പപ്സിനുള്ളത്. അപ്പോൾ തുഷാര വന്നപ്പോൾ തുഷാര എനിക്ക് മുട്ടപ്പപ്സ് ഉണ്ടാക്കി തരുന്നത് എൻ്റെ ബേക്കിങ്ങിലാണ്. ഇപ്പം അതവിടെ ഇരിപ്പുണ്ട്. അത് ഞാൻ മിക്കവാറും തീർക്കും. ഓക്കേ. പിന്നെ ജോവിനെ കാത്തു നിന്നില്ല. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ പപ്സും കാപ്പിയൊക്കെ വെച്ച് കുടിച്ചു. അവളെത്താൻ കുറച്ചും കൂടി ലേറ്റ് ആകുമെന്ന് പറഞ്ഞു. പക്ഷെ അതുവരെ പപ്സും നോക്കി ഇരിക്കാനുള്ള ക്ഷമ ഞങ്ങൾക്കില്ലായിരുന്നു.
അങ്ങനെ അതൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും ജോവി എത്തി. ജോവി എത്തിയതിന് ശേഷം പിന്നെ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതിന് നമുക്ക് ഇതൊന്നുമില്ല. അതിപ്പോൾ അത് കഴിഞ്ഞപാട് ദേ റീബ കരോക്കെ ഒക്കെ ഇട്ട് നമ്മൾ പാട്ടൊക്കെ പാടി അങ്ങനെ കുറച്ച് സമയം അങ്ങനെ പോയി. അത് കഴിഞ്ഞ് ഞങ്ങൾ മൊണോപ്പൊളി ഗെയിം എടുത്ത് വെച്ചിട്ട് അത് കളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ അങ്ങനെ വർത്തമാനം പറഞ്ഞ് എന്ത് വർത്തമാനം പറഞ്ഞാലും ഇങ്ങനെ ഗെയിം കളിച്ചും വർത്തമാനം പറഞ്ഞും അങ്ങനെ സമയം അങ്ങോട്ട് പോയി. എപ്പോഴാണ് ഞങ്ങൾക്ക് തോന്നുന്നു ഞങ്ങൾ പൊലച്ചക്ക് 3 മണിക്കായിട്ടാണ് കിടന്ന് ഉറങ്ങിയത്. പിന്നെ ജോവിയൊക്കെ പിറ്റേ ദിവസം ഡ്യൂട്ടി ഉണ്ടായിരുന്നതുകൊണ്ട് അവൾക്ക് പോയേ പറ്റും. പ്ലാനൊക്കെ പടപടയെന്ന് പറഞ്ഞിട്ടൊരു ദിവസം കൊണ്ടുണ്ടായതാണ്. ഇത്രയും പ്ലാൻ ചെയ്യാത്തതുകൊണ്ട് ലീവ് പറയാൻ അതൊന്നും പറ്റിയതും ഇല്ല. കാരണം എപ്പോൾ പോകണം അല്ലെങ്കിൽ എപ്പോൾ ഇതുപോലെ കൂടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും കാരണം അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. ഒന്നാമത് ഇവിടെ നിന്ന് അത്രയും ദൂരം യാത്ര ചെയ്ത് അവിടെ എത്തേണ്ടത് ആലോചിച്ചിട്ട് തന്നെ അത് നടക്കാറില്ല. അപ്പോൾ പിന്നെ ഇന്ന് എന്തായാലും പോകണം എന്നുള്ളൊരു മൈൻഡ് വെച്ചിട്ടാണ്. കാരണം എപ്പോഴും നമ്മൾ ഇപ്പം കല്യാണത്തിന് മുന്നെയാണ് നമ്മൾ അധികം ഫ്രണ്ട്സിൻ്റെ കൂടെ എപ്പോഴും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് തോന്നി ഞാനിങ്ങനെ നമ്മളൊരു ഗേൾസ് ഒൺലി ഡേ എന്നുള്ള രീതിയിൽ ഒരു ഗെറ്റ് ടുഗെദർ പോലെ വെച്ചേക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കിടന്നുറങ്ങി. രാവിലെ എണീച്ച് വളരെ ലേറ്റായിട്ടുണ്ട് എണീച്ചത്. സോ അങ്ങനെ രാവിലെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ഇതുപോലെ വന്നിട്ട് ഇന്നലെ റീൽസൊന്നും എടുത്തില്ലായിരുന്നു. അപ്പോൾ പിന്നെ ഇന്നെങ്കിലും റീൽസ് എടുക്കണമല്ലോ. അപ്പോൾ എടുക്കാതൊരു ഇതില്ല, കൺക്ലൂഷൻ ഇല്ല എന്നറിയുന്നത് കൊണ്ട് പിന്നെ ഞങ്ങളിരുന്ന് കുറച്ച് റീൽസൊക്കെ എടുത്തു. അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ബസ്സിന് ടൈമായായിരുന്നു. പിന്നെ ഞാൻ അവിടുന്ന് പതിയെ ഇറങ്ങി ഞാൻ തിരിച്ച് ടൊറൻറ്റോയിലേക്ക് വന്നു. പിന്നെ ഇനി വീണ്ടും കാണാമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഇതൊരു വളരെ ചെറിയ വീഡിയോ ആയിരുന്നു. കുറച്ച് വിശേഷങ്ങൾ ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ മാത്രമുള്ളൊരു വിശേഷങ്ങൾ പറയുന്ന ഒരു കുട്ടി വ്ളോഗായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ.